നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രുചിയിൽ നിന്നും ടേസ്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാസ്തയുടെ റെസിപ്പിയാണ് ട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തിളക്കട്ടെ. ഈ സമയം കൊണ്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് ഒരല്പം ചിക്കനും അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാവേ. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 സ്പൂൺ അളവിൽ കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എരിവിനുള്ള കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പിന്നീട് ഈ വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ നമ്മുടെ മാക്രോൺസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 250 ml കപ്പിന് 1 കപ്പ് മാക്രോൺസ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊരു 5 മിനിറ്റ് നേരം അതിനകത്ത് ഇങ്ങനെ കിടന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അത് പാകമായിട്ട് വരും കേട്ടോ. നമുക്കിങ്ങനെ ജസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന്. ഇനി നമുക്കിതിനെ വെള്ളം ഊറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാവേ. അതിനുശേഷം നമ്മൾ ഈ ഒരു പാൻ നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പാൻ ഒന്ന് നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മളൊരു 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 3 അല്ലി വെളുത്തുള്ളി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഒരു മീഡിയം സൈസിലുള്ള സവോള കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. സവോള ഒന്ന് വഴറ്റി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നല്ലപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തേക്കുന്ന തക്കാളി, അതും മീഡിയം സൈസിലുള്ള തക്കാളിയാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമ്മളത് അല്പം ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളി സവോളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് അല്പം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ നമ്മൾ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചിക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വഴറ്റാനായിട്ട് വെച്ചിരുന്ന സവോളയും അതുപോലെ തന്നെ ആ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ 1/4 സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് നമ്മളിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിലും ഉപയോഗിക്കാട്ട് നമ്മുടെ എരിവിനനുസരിച്ച് യൂസ് ചെയ്യാം. അതൊരു 1/2 സ്പൂൺ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ചൂടായി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യും. ഞാൻ ഇവിടെ മിൽക്കി മിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി എടുത്തതിൻ്റെ ബാലൻസ് ആണ്, അതായത് ഒരു പകുതി ഭാഗം ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഹാഫ് ബോട്ടിലാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒറിഗാനോ സീസണിങ് ആണ് കേട്ടോ. ഒറിഗാനോ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ലപോലെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. യാതൊരു നിർബന്ധവും ഇല്ലാത്തത് ചേർക്കണമെന്ന്. നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മളത് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ആ ഒരു ചിക്കൻ നമ്മൾ ചെറുതായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ സ്റ്റോക്ക് നമ്മൾ കളയുന്നില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ
വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാക്രോൺസ് അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളിത് മാക്രോൺസ് വേവിച്ച് കഴുകി ക്ലീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകുന്നത്. ഇനി നമുക്ക് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാലയൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല വരുന്ന പോലെ ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റോക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ അതിനകത്ത് ഇട്ടിരുന്ന ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിന് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് നോക്കി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലൈസ് ചീസ് എടുത്ത് അതിനെ 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചീസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്ലൈസൊക്കെ യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഒരു സ്ലൈസ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ആ എന്താ പറയുക, ആ ഒരു ചീസൊക്കെ മെൽറ്റായി അതിലേക്ക് അങ്ങ് അലിഞ്ഞ് വന്നോളും. അപ്പോൾ നമ്മളത് ഒരു 2 മിനിറ്റ് നേരം ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചീസൊക്കെ അതിനകത്തേക്ക് മെൽറ്റായി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും കൂടെ ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപാടി. വെറും 10 മിനിറ്റും കൊണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാസ്ത നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പാസ്ത ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ തന്നെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ഞാൻ നമ്മുടെ ഒരു സെർവിങ് ബൗളിലേക്ക് സംഭവം മാറ്റുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണേ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായി കാണാം. അതുവരേക്കും ബൈ.